എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ബ്രൂക്ക് അവനാണെങ്കിൽ ഒറ്റയ്ക്ക് ആ കപ്പലിൽ നിൽക്കുകയാണ്. അവന്റെ തൊട്ടു മുൻപിലായിട്ട് ഒരു തലയോട്ടി. അത് മറ്റാരുടെയോ അല്ല, അവന്റെ ക്രൂവിലുണ്ടായിരുന്ന അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റേതാണ്. ബ്രൂക്ക് ഒഴിച്ച് ബാക്കി ആരും ഇപ്പൊ ആ കപ്പലിൽ ജീവനോടുകൂടെ ഇല്ല. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഫ്രണ്ടിന്റെ തലയോട്ടി എടുത്ത് അത് വലിയൊരു ബോക്സിൽ കൊണ്ടുപോയി ഇടും. അതിൽ നിറയെ ആ കപ്പലിലുണ്ടായിരുന്ന ഉമേറ്റ്സിന്റെ തലയോട്ടികൾ തന്നെയാണ്. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അവർ ആ ഗ്രാൻഡ് ലൈനിൽ കയറി വന്നതിന് ശേഷം ഒരുപാട് കഷ്ടപ്പെട്ടു. വലിയ മഴ, വെയില്, ചുഴലിക്കാറ്റ് എന്നിങ്ങനെ സെക്കൻഡുകൾ കൊണ്ട് വെതർ മാറിക്കൊണ്ടേയിരുന്നു. ബാഡ് ആയിട്ടുള്ള ക്ലൈമറ്റുകളിൽ നിന്നെല്ലാം സർവൈവ് ചെയ്ത് വന്നത്. അവർക്ക് കിട്ടുന്ന ചെറിയ ഹാപ്പി മൊമെന്റ് പോലും ഒരു വെറുതെ വിടില്ലായിരുന്നു. ബ്രൂക്കിനെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ച് ഹാപ്പി ആയിട്ട് വന്ന ആ ഒരു കപ്പലും ക്രൂമേറ്റ്സും അവരാണ് ഇപ്പൊ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ബ്രൂക്ക് ആണെങ്കിൽ അവന്റെ ഇപ്പോഴത്തെ കോലം അത് കണ്ണാടിയിൽ കണ്ട് ഷോക്കാവും. പണ്ട് അവൻ എങ്ങനെയിരുന്നു, ഇപ്പൊ അവൻ വെറും സ്കെൽറ്റാണ്. പിന്നീട് അവൻ വീണ്ടും കപ്പലുണ്ടായിരുന്ന രസകരമായ കാര്യങ്ങളൊക്കെ ആലോചിക്കും. കപ്പല് ക്രൂമേറ്റ്സ് തമ്മിൽ പരസ്പരം വഴക്കിട്ടാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ അവർ രണ്ടുപേരെയും കയറിൽ കെട്ടിത്തൂക്കിയിടും. പക്ഷെ കയറിൽ കെട്ടിത്തൂങ്ങി കിടക്കുന്നവരാണെങ്കിൽ വീണ്ടും ഫൈറ്റ് നിർത്താതെ പൊരിഞ്ഞ അടിയിടി ബഹളമൊക്കെ ഉണ്ടാക്കി ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് വീണ്ടും ഒരുപാട് ചീത്ത ചോദിച്ചു വാങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഒത്തിരി സന്തോഷത്തില് അങ്ങനെ കപ്പൽ യാത്ര ചെയ്യാണ്. അടുത്ത സെക്കൻഡ് അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് നേവി ആൾക്കാര് അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ അവരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ സമയോചിതമായി ആ നേവി കപ്പല് അത് മൊത്തമായിട്ട് കത്തിച്ചു കളയും. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ ബൗണ്ടി അത് ഇരട്ടിയായി മാറും. പക്ഷെ അധികം വൈകാതെ അവരെ തേടി വലിയൊരു സാഡ് ന്യൂസ് വരികയാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ ഇപ്പൊ പ്ലേഗ് അസുഖം വന്ന് ആകെ ബുദ്ധിമുട്ടിലാണ്. ഡോക്ടർ പറയും ഒരു കാരണവശാലും ഒരാൾ പോലും ക്യാപ്റ്റന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ തവണ കപ്പലിറക്കിയ ആ ജംഗിള് അവിടെ വെച്ചാണ് ആ ഒരു അസുഖം അദ്ദേഹത്തിന് പിടിപെട്ടത്. സോ നമ്മുടെ ഭാഗത്ത് ചെറിയൊരു അശ്രദ്ധ ഉണ്ടായാൽ മതി, എല്ലാവരും കപ്പലിൽ വെച്ച് തന്നെ അസുഖം ബാധിച്ച് മരിക്കും. അത് കേട്ടാണെങ്കിൽ ടീംമേറ്റ്സ് ഷോക്കാവും. അതിനുശേഷം അവർ മറ്റൊരു ടൗണിലേക്ക് വരികയാണ്. ഉടനെ ആ ക്യാപ്റ്റൻ പറയും, നിങ്ങൾ എല്ലാവരും ഈ കപ്പൽ വിട്ടു പോകണം. ഇനിയും ഈ കപ്പൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ അസുഖം നിങ്ങൾക്കും സ്പ്രെഡ് ആവും. സോ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയി ഒരു കപ്പലില് നിങ്ങൾ നിങ്ങളുടെ യാത്ര അത് തുടരണം. അവിടെയുള്ള പൈററ്റ്സിനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ വേറെ വഴിയില്ല. അവരുടെ ക്യാപ്റ്റന്റെ വാക്ക് അതവർക്ക് അനുസരിച്ചേ പറ്റൂ. അവർ ഒരുപാട് വേദനയിലും സങ്കടത്തിലും കപ്പൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങും. എല്ലാവരും പോയിട്ടും ബ്രൂക്ക് മാത്രം അവൻ മാത്രം പോവാതെ ആ കപ്പലിൽ നിൽക്കുകയാണ്. ഉടനെ ക്യാപ്റ്റൻ അവന്റെ കൈ പിടിച്ച് പറയും, ഉറപ്പായാലും നീ ലാബോണിനെ കാണണം. എന്റെ അന്വേഷണം അവനോട് പറയണം. ഞാൻ നിന്നെ പറഞ്ഞേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് അതൊരിക്കലും നീ മറക്കരുതെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അങ്ങനെ അവർ ആദ്യമായിട്ട് ക്യാപ്റ്റനെ വിട്ടകന്നു. അതിനുശേഷം ആ ഒരു വലിയ കപ്പലിൽ ബാക്കിയുണ്ടായത് ബ്രൂക്ക് മാത്രമാണ്. ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. കപ്പലാണെങ്കിൽ ആ ഫ്ലോറിയൻ ട്രയാങ്കിള് അതിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ബ്രൂക്ക് ആ കപ്പലിൽ ചാരിയിരുന്ന് ഒരു പകൽക്കിനാവ് കാണുകയാണ്. അവന്റെ ഫ്രണ്ട്സും ടീം മെമ്പേഴ്സും ക്യാപ്റ്റനും എല്ലാവരും തിരികെ വന്ന് അവർ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് പോകുന്നതൊക്കെ. പക്ഷെ അവൻ അടുത്ത സെക്കൻഡ് കണ്ണു തുറക്കും, അപ്പൊ ചുറ്റും ആരും ഉണ്ടാവില്ല. അതിനുശേഷം വീണ്ടും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ക്യാപ്റ്റനെ വിട്ട് അവർ പുതിയ കപ്പലുമായി ലബൂണിനെ കാണാനായിട്ട് യാത്ര തിരിച്ച ആ ഒരു രംഗം കാണിക്കും. ബ്രൂക്ക് ആണെങ്കിൽ എപ്പോഴത്തേതും പോലെ പാട്ടൊക്കെ പാടി എല്ലാവരെയും വെറുപ്പിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിലാണെങ്കിൽ ബ്രൂക്ക് അവൻ പാടുന്ന പാട്ട് സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ അവന്റെ തലയൊട്ടി തുറന്ന് ഒരു ചെറിയ ശംഖ് പുറത്തേക്ക് എടുക്കും. അവൻ ആ ശംഖ് കാണിച്ചിട്ട് പറയും, ഇതൊരു പ്രത്യേകതര റെക്കോർഡറാണ്. എന്ത് വേണമെങ്കിലും ഇതിൽ റെക്കോർഡ് ചെയ്ത് അത് വീണ്ടും കേൾക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവന്റെ ടീം മെമ്പേഴ്സും അവനും എല്ലാവരും ഒരുമിച്ച് പാടിയ ഒരു പാട്ട്. ആക്ച്വലി ഈ പാട്ടാണ് അവർ അവസാനമായിട്ട് പാടിയത്. ഇത് ആക്ച്വലി ലബോണിനെ കാണുമ്പോ അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനാണ് അവൻ കയ്യിൽ കരുതിയിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് കട്ട് ചെയ്ത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് അവരുടെ കപ്പലുണ്ടായിരുന്നവരെല്ലാവരും വലിയൊരു ഏറ്റുമുട്ടലിൽ പെട്ട് അമ്പൊക്കെ കൊണ്ട് അങ്ങനെ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. ഒരുപാട് പേര് മരണപ്പെട്ടു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ പരിക്കൊക്കെ പറ്റി ഇപ്പൊ ജീവനോട് കൂടെ ബാക്കിയുള്ളൂ. ആ തറച്ചിരിക്കുന്ന അമ്പ് അത് വെറും അമ്പല്ല, വിഷം പുരട്ടിയ അമ്പുകളാണ്. സോ എല്ലാവരും ആ കപ്പലിൽ കിടന്ന് മരിക്കുമെന്ന് അവർക്ക് തീർച്ചയാണ്. പക്ഷെ ബ്രൂക്കിന് മാത്രം ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. സോ അവന് മാത്രം ജീവൻ നഷ്ടപ്പെടില്ല. ബ്രൂക്ക് അവസാനമായി വീണ്ടും അവരെല്ലാം ഒന്നിച്ചു കൂട്ടി ഇപ്പൊ പാടാനായിട്ട് ആരംഭിക്കും. അവരപ്പ പാടിയ ആ ഒരു പാട്ടാണ് ലാബോണിന് വേണ്ടി ബ്രൂക്ക് ആ ഒരു ശംഖില് റെക്കോർഡ് ചെയ്തത്. ബ്രൂക്ക് അവർക്ക് വാക്ക് കൊടുക്കും, നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഗിഫ്റ്റ് ഞാൻ ലാബോണിനെ ഏൽപ്പിക്കും. ബ്രൂക്ക് ഇപ്പോ
ആ ഒരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കും. കപ്പലിലുണ്ടായിരുന്ന എല്ലാവർക്കും ആ ഒരു പാട്ട് അത് ഒത്തിരി ഇഷ്ടാവും. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ ആ പാട്ട് പാടുന്തോറും അവന്റെ ടീമിലുള്ള ഓരോരുത്തരായിട്ട് മരിച്ച് മരിച്ച് താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. അങ്ങനെ മണിക്കൂറുകൾ കൊണ്ട് അവന് ചുറ്റും ഉണ്ടായിരുന്ന അവന്റെ എല്ലാമായിരുന്ന എല്ലാവരും മരണപ്പെട്ട് വീഴും. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ അവന്റെ ഒരേ ഒരു ആഗ്രഹം എങ്ങനെയെങ്കിലും ലാബുണ്ണ മീറ്റ് ചെയ്യണം. ബ്രൂക്കിന്റെ ഫ്രണ്ട്സ് അവനായി കരുതി വെച്ച ആ ഒരു ഗിഫ്റ്റ് അത് ലാബുണ്ണ കൊടുക്കണം. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഡയലിലുള്ള സോങ് അത് കേട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് വേറെ ലെവലിൽ എൻജോയ് ചെയ്യാണ്. അവനുടനെ ആ സോങ് തീർന്നതും ഡയൽ ഓഫ് ചെയ്ത് ഇപ്പൊ സേഫ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് എടുത്തു വെക്കും. ആ സ്ഥലം കണ്ട് എല്ലാവരും ഷോക്കാവും. നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആക്ച്വലി എനിക്കിങ്ങനെ പല കഴിവുണ്ട്. ഞാൻ എന്റെ ലൈഫിനെ കഴിഞ്ഞും ഏറ്റവും വലിയ ട്രഷറായി കണക്കാക്കുന്നത് ഈ ഒരു ഡയലാണ്. ഇതിലാണ് എന്റെ ഫ്രണ്ട്സും ക്യാപ്റ്റനും ഒക്കെ തന്നെ ജീവനോട് കൂടെ ഉള്ളത്. ചുറ്റും നിന്നവർക്കാണെങ്കിൽ അതുകൊണ്ട് കുറച്ച് പേടിയാവും. ബ്രൂക്കിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത്. അവന്റെ ആദ്യത്തെ ആഗ്രഹം എങ്ങനെയെങ്കിലും അവന്റെ ഷാഡോയെ തിരികെ പിടിക്കുക എന്നതായിരുന്നു. നമ്മുടെ ആൾക്കാരും ആ പൈററ്റ്സ് ടീമും അങ്ങനെ എല്ലാവരും സഹായിച്ച് അവന്റെ ഷാഡോ അത് വളരെ സേഫായി അവന്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത അവന്റെ ലക്ഷ്യം ഈ ഒരു ശംഖ് അതാ ലബൂണിനെ ഏൽപ്പിക്കുക, അവസാനമായിട്ട് അതിന് കൊടുത്ത വാക്ക് അത് പാലിക്കുക. അതിനുശേഷം വർഷങ്ങളോളം ഒറ്റയ്ക്ക് ആ കപ്പലിൽ എങ്ങനെ തള്ളി നീക്കി എന്നാലോചിക്കും. ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ആ കപ്പൽ മുഴുവൻ ഓടി നടന്നും അങ്ങനെയൊക്കെയാണ് അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും നാൾ പിടിച്ചു നിന്നത്. കഷ്ടപ്പെട്ടപ്പോ പോലും പ്രതീക്ഷ കൈവിടാതെ അവനുമായിട്ട് പൊരുത്തിക്കൊണ്ടേയിരുന്നു. എന്നെങ്കിലും ഒരു നാൾ തിരികെ എടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പൂർണ്ണമായ വിശ്വാസം അത് അവനിലുണ്ടായിരുന്നു. റഡാർ പോലും ഇല്ലാത്ത കപ്പലില് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞൊക്കെയാണ് അവൻ ഇത്രയും കാലം ജീവിച്ചത്. ഇപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയിന്ന് കരുതിയ അവന്റെ ജീവനും സ്വപ്നങ്ങളും ഒക്കെ തന്നെ അവന് തിരികെ കിട്ടിയത്. അവൻ സോങ് നിർത്തിവെച്ച് ഇപ്പൊ പൊട്ടിക്കരയാണ്. നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും അവൻ സന്തോഷം കൊണ്ടാണ് കരയുന്നതെന്ന്. അവൻ ലൂഫിക്ക് നേരെ ടേൺ ചെയ്ത് ഇപ്പൊ ലൂഫിയോട് ചോദിക്കും, ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടീമില് ഞാനും ചേർന്നോട്ടെ. അവനത് ചോദിക്കേണ്ട താമസം ലൂഫി പറയും, ഓക്കെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരവും കാത്തിരുന്നത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു മ്യൂസീഷ്യൻ ഞങ്ങളുടെ ടീമിൽ വേണമെന്നത്. ലൂഫിയുടെ ഞൊടിയിടയിലുള്ള ഉത്തരം കണ്ട് ബാക്കിയുള്ള ടീംമേറ്റ്സ് അവർ ഷോക്കാവും. നാമി ഉടനെ ടെൻഷനായിട്ട് ചോദിക്കും, ഒറ്റയടിക്കാണോ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യന് അതിന് നീ ആൻസർ ചെയ്യുക? ടീമിലേക്ക് കയറ്റുന്നതിന് മുൻപ് അവനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അത് ചോദിച്ച് മനസ്സിലാക്കി ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് വേണം ടീമിലേക്ക് കയറ്റാനെന്ന് അവള് പറയും. അത് കേട്ട് ലൂഫി ചിരിക്കുകയാണ്. ഉടനെ നാമി പറയും, പക്ഷെ ബ്രൂക്കിനെ ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ഞങ്ങൾക്കും അവൻ ടീമിലേക്ക് വരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ മുകളിലേക്ക് തൂക്കി എറിയാൻ തുടങ്ങും. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ ഒരു സന്തോഷം അത് പങ്കുവെക്കാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ലോലയും അവളുടെ ടീമും ഒക്കെ ചേർന്ന് അവർക്ക് കുടിക്കാനായി ഒരുപാട് സാധനങ്ങൾ അവിടേക്ക് എത്തിച്ചു കൊടുക്കും. ബ്രൂക്ക് ആണെങ്കിൽ വമ്പ സ്റ്റെപ്പും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എല്ലാവരെയും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അടിച്ചു പൊളിക്കാണ്. അവൻ ഒരു സെക്കൻഡ് ഇപ്പൊ ലബൂണിനെ കുറിച്ച് ചിന്തിക്കും. അവർ ലബൂണിന് കൊടുത്ത വാക്ക് അത് ഗ്രാൻഡ് ലൈൻ മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അവനെ കൂട്ടാൻ തിരികെ വരും എന്നാണ്. ഞാനൊരു വാരിയറായി ഈ ഗ്രാൻഡ് ലൈൻ മുഴുവൻ ചുറ്റി നടന്ന് പലതും നേടിയെടുത്തതിന് ശേഷം വേണം തിരികെ അവനെ കാണാനായിട്ട് പോവാൻ. കട്ട് ചെയ്ത ഇവിടെ ലബൂണിനെ കാണിക്കും. അതാണെങ്കിൽ ഒച്ചയെടുത്ത് നിലവിളിക്കാൻ തുടങ്ങും. ഡോക്ടർ ക്രോക്കസിനാണെങ്കിൽ അത് കേട്ടൊന്നും മനസ്സിലാവില്ല. ഇവരെന്തു പറ്റി? പതിവിലും വിപരീതമായി മറ്റേതോ ശൈലിയിൽ കരയുന്നു, നിലവിളിക്കുന്നു, ശബ്ദം ഉണ്ടാക്കുന്നു. അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് ഇപ്പൊ അതിനെ നോക്കുകയാണ്. ഡോക്ടർ ആണെങ്കിൽ ആ വെയിലിന്റെ അടുത്തേക്ക് വരുമ്പോഴായിരിക്കും മനസ്സിലാവുക അത് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഒച്ച വെക്കുകയല്ല, അത് സന്തോഷം കൊണ്ടാണ് എടുത്തു ചാടി ശബ്ദം ഉണ്ടാക്കുന്നത്. ഡോക്ടർ വണ്ടറടിച്ച് അതിനെ നോക്കി നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് അതിന് ഇത്രയും സന്തോഷത്തില് അദ്ദേഹം കാണുന്നത്. അതിന്റെ സന്തോഷം മറ്റൊന്നുമല്ല, അതിപ്പോ പഴയൊരു ഇമാജിനേഷനിലാണ്. അവന്റെ ടീംമേറ്റ്സ് എല്ലാവരും അവന് വേണ്ടി തിരികെ വരുന്ന ആ ഒരു ഇമാജിനേഷൻ. അതേസമയം ഇവിടെ ബ്രൂക്ക് അവന്റെ വാണ്ടഡ് പോസ്റ്റർ അതെടുത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവനെ കുറിച്ച് പറയാൻ തുടങ്ങും. എന്റെ പേര് ബ്രൂക്ക്, വെറും ബ്രൂക്കല്ല, ഹമ്മിങ് ബ്രൂക്ക്. 33 മില്യൺ ബൗണ്ടി ബെറീസ് ആണ് എന്റെ തലയ്ക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞാനാണ് ഞങ്ങളുടെ റൂമർ പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ. ഞങ്ങളുടെ മെയിൻ ക്യാപ്റ്റൻ മരിച്ചതിന് ശേഷം ഞാൻ ആ ചുമതല അത് ഏറ്റെടുത്തു. ഞാനൊരു നല്ല മ്യൂസീഷ്യനാണ്, അതുപോലെ തന്നെ നല്ല പവർഫുൾ സ്ക്വാഡ്സ്മാനും. ഇനി മുതൽ എന്റെ മാസ്റ്റർ അത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണ്. എന്റെ എല്ലും തോലും അത് തേഞ്ഞു തീരുന്നത് വരെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഹാർഡായിട്ട് വർക്ക് ചെയ്യും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് ഡബിൾ ഹാപ്പി ആവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഫ്രാങ്കിയും ഉസോപ്പും
ചോപ്പറും. അവർ 3 പേരും ചേർന്ന് ബ്രൂക്കിന് നഷ്ടപ്പെട്ടു പോയ അവന്റെ പൈററ്റ്സ് ടീമിന് വേണ്ടി ഒരു അടിപൊളി കല്ലറ നല്ല രസമായിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ബ്രൂക്കിന്റെ മനസ്സ് നിറഞ്ഞ് അവൻ വീണ്ടും അവിടെ ഇരുന്ന് വയലിൻ വായിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ടീംമേറ്റ്സുമായിട്ട് നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തത്, അവരുടെ കൂടെ ചിരിച്ചും കളിച്ചും ഒന്നിച്ചു നിന്നും അങ്ങനെ എല്ലാത്തിലും അവർ ഒറ്റക്കെട്ടായി നിന്നതും ഒക്കെ അവൻ ഓർത്തെടുക്കുകയാണ്. അപ്പോഴായിരിക്കും അത്രയും നേരം ഉറങ്ങിക്കൊണ്ടിരുന്ന സോറോ അവൻ ആ മ്യൂസിക് കേട്ട് ഇപ്പൊ അവിടേക്ക് വരിക. സോറോ അവന്റെ കയ്യിലുള്ള സ്ക്വാഡ് അത് നിലത്ത് തറച്ചു വെച്ച് അവന്റെ മ്യൂസിക് കേട്ട് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാര് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വീണ്ടും അവരുടെ യാത്ര ആരംഭിക്കുകയാണ്. ചോപ്പർ ഫുൾ കലിപ്പില് ഇപ്പൊ സോറോയോട് ദേഷ്യപ്പെട്ട് പറയും, യു ആർ അൺബിലീവബിൾ. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോ നീ എഴുന്നേറ്റ് പോവും. നിന്റെ ബോഡിയിൽ ഒരുപാട് വലിയ വലിയ മുറിവുകളൊക്കെ ഉണ്ട്. നിനക്കിപ്പോ ആവശ്യം റെസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് ആ ബെഡിനോട് ചേർന്ന് അവൻ ബാൻഡേഡ് ഇടാൻ തുടങ്ങും. ലോലയ്ക്കാണെങ്കിൽ അവളുടെ ഷാഡോയും ടീംമേറ്റ്സിനെയും ഒക്കെ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ്. പക്ഷെ എന്താ, അവർക്ക് പോവാനായിട്ട് ഇപ്പൊ കപ്പലില്ല. അപ്പോഴായിരിക്കും ഫ്രാങ്കി അവർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക. ബ്രൂക്കിന്റെ ആ തകർന്ന കപ്പല് ഇതിലവൻ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അടിപൊളി ഒരു റഡാറൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുകയാണ്. ലോലയ്ക്കാണെങ്കിൽ അവളുടെ സന്തോഷം അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ ഫ്രാങ്കിയോട് പറയും, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇപ്പൊ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് കല്യാണം കഴിച്ചൂടെ. ഫ്രാങ്കിക്കാണെങ്കിൽ അത് കേട്ട് കാറ്റു പോവും. അവൻ പറയും, അയ്യോ ഇല്ല, എന്റെ സൗന്ദര്യത്തിനും എന്റെ ഈ ബോഡി സ്ട്രക്ചറിനൊന്നും കുട്ടി മാച്ച് ആവില്ല. ഞാൻ മറ്റൊരാളെയാണ് എനിക്ക് വേണ്ടി അന്വേഷിക്കുന്നത്. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം. ഇപ്പൊ ഞങ്ങള് ആ ഫിഷ്മാൻ ഐലാൻഡ് അവിടേക്ക് പോവാണ്. ബ്രൂക്കിനാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷാവും. സാഞ്ചി ആണെങ്കിൽ ചെറുപ്പക്കാരികളായ മർമെയ്ഡുകളൊക്കെ ഓർത്ത് സ്വപ്നം കണ്ട് ഇപ്പോഴേ മറ്റൊരു ലോകത്താണ്. അപ്പൊ അതിലൊരു പൈലറ്റ് ഇപ്പൊ മർമെയ്ഡുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. ഉസോപ്പിനാണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവും. ഇവർക്കെങ്ങനെ ഈ മർമെയ്ഡുകളെ കുറിച്ച് ഇത്രയും കാര്യം അറിയാം? ഉസോപ്പ് ഇപ്പോ അവനോട് കാര്യം ചോദിക്കും. അപ്പോഴായിരിക്കും അവൻ പറയാ, 3 വർഷങ്ങൾക്ക് മുൻപ് ആ ഫിഷർമാൻ ഐലാൻഡ് കടന്നാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. സോ അവിടെയുള്ള എല്ലാ കാഴ്ചകളും ഞങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. ഉടനെ ലോല അവളാണെങ്കിൽ വമ്പനൊരു ട്വിസ്റ്റ് എടുത്തിടും. ആക്ച്വലി ലോല അവള് ജനിച്ചത് പോലും ആ ഫിഷർമാൻ ഐലാൻഡിലാണ്. അവളുടെ അമ്മയും ഒരു പൈലറ്റാണ്. അവൾ ഉടനെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കും. ഈ ഒരു പേപ്പർ നിങ്ങൾ കളയാതെ സൂക്ഷിക്കണം. ഉറപ്പായിട്ടും അവിടെ എത്തിയ എന്റെ അമ്മ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ലോലയാണെങ്കിൽ ആ പേപ്പർ എടുത്ത് കാണിക്കും. ഇതൊരു വെറും പേപ്പർ അല്ല, സാധാരണ പേപ്പർ വെള്ളത്തിൽ വീണ അത് നനഞ്ഞു പോവും. ഇതിൽ തീ വെച്ച അത് കത്തും. പക്ഷെ ഈ ഒരു പേപ്പറിന് ഒന്നും സംഭവിക്കില്ല. മാത്രമല്ല ഈ ഒരു പേപ്പർ അതെവിടെയെങ്കിലും വെച്ച ആ പേപ്പർ ആര് കൊടുത്തോ ആ ദിശ നോക്കി അത് ട്രാവൽ ചെയ്യും. സോ ഈ ഒരു പേപ്പറിന്റെ സഹായത്താല് നിങ്ങൾക്ക് ഫിഷർമാൻ ഐലാൻഡിലേക്ക് എത്താൻ വളരെ എളുപ്പമായിരിക്കും. ലോലയാണെങ്കിൽ ആ പേപ്പറിൽ ഒരു സൈൻ ഇട്ട് ഇപ്പൊ നാമിയുടെ കയ്യിൽ ഏൽപ്പിക്കും. ആ പേപ്പർ കാണുമ്പോഴായിരിക്കും ലൂഫിക്ക് ഒരു കാര്യം ഓർമ്മ വരിക. അവന്റെ കയ്യിലും അതുപോലൊരു പേപ്പർ ഉണ്ട്. അത് കൊടുത്തത് മറ്റാരുമല്ല, അവന്റെ ബ്രദർ സാക്ഷാൽ എയ്സ് ആണ്. അവനാണെങ്കിൽ വേഗം ആ കാർഡ് എടുത്ത് നോക്കും. അതിന്റെ ഒരു ഭാഗം അത് കത്തിയിരിക്കുകയാണ്. ലോലയാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ആ കാർഡിങ്ങിതാ അത് വിബ്രു കാർഡാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ. അവളത് കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അവൾ പറയും, ഇത് വിബ്രു കാർഡ് തന്നെയാണ്. ഇത് കത്തിയിരിക്കാൻ കാരണം അത് മറ്റൊന്നുമല്ല, ഈ കാർഡിന്റെ അവസ്ഥ അതേ അവസ്ഥ തന്നെ ആയിരിക്കും ഇപ്പൊ ഇതിന്റെ ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതേ കാർഡിലും റിഫ്ലക്ട് ചെയ്ത് കാണിക്കും. ആക്ച്വലി ഈ കാർഡ് ആരുടേതാണ്? ഈ കാർഡിന്റെ ഉടമ അത് നിന്റെ ആരെങ്കിലും ആണോ? അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ ആൾക്കാർ വീണ്ടും അവരുടെ 1000 സണ്ണി കപ്പലില് യാത്ര തുടങ്ങുകയാണ്. ലോല ടീമിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇപ്പൊ 2 കപ്പലും 2 ധ്രുവത്തിലേക്ക് തിരിഞ്ഞു പോകും. നമ്മുടെ ആൾക്കാർ ഇപ്പൊ കപ്പലെടുത്ത് നല്ല സ്പീഡിൽ മുൻപോട്ട് പോകും. ലോല പറയും, 2 ദിവസം കൂടെ നമുക്ക് ഈ ത്രില്ലർ പാർക്കില് ടൈം സ്പെൻഡ് ചെയ്യണം. കാരണം 10 വർഷം കൂടുമ്പോ ഇവിടെ ഫോഗ് വന്ന് നിറയും. ആ സമയത്ത് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ടെന്ന് പറയുമ്പോഴേക്കും ദൂരത്തായി 2 ചുവന്ന കണ്ണുകൾ അതങ്ങനെ തിളങ്ങി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരുടെ കപ്പല് കാണിക്കും. അവിടെ നാമിയാണെങ്കിൽ ലൂഫിയോട് ചോദിക്കും, നിന്റെ ചേട്ടൻ എയ്സിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? ലൂഫി അതിന് ക്യാഷ്വലായിട്ട് പറയും, നീ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ ചേട്ടന് അത്ര പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കില്ല. എന്തെങ്കിലും ചെറിയ പരിക്കായിരിക്കും. നമ്മൾ ഈ ഒരു അവസ്ഥയിൽ അവനെ കാണാൻ പോയാൽ അതവന് തീരെ ഇഷ്ടാവില്ല. അവൻ ഓക്കെ ആയിക്കോളും, നിങ്ങൾ കൂളായിട്ടിരിക്കാൻ പറഞ്ഞ് അവൻ വീണ്ടും അവരെ സന്തോഷിപ്പിക്കും. അങ്ങനെ കപ്പലുണ്ടായിരുന്ന എല്ലാവരും ഹാപ്പിയായി തുള്ളിച്ചാടി അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.